നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. IISc ബാംഗ്ലൂർ, ഈ പേര് കേൾക്കുമ്പോഴേ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന വാക്ക് അന്വർത്ഥമാകുന്നു. നമുക്കറിയാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ചെയ്യുന്ന ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. മെഡിക്കലിൻ്റെയും എൻജിനീയറിങ്ങിൻ്റെയും ഡിഗ്രിയുടെയും റിസർച്ചിൻ്റെയും ഒക്കെ മേഖലയിൽ. എന്നാൽ അന്തർദേശീയ നിലവാരമുള്ള സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു സ്ഥാപനമാണ് അന്തർദേശീയ നിലവാരത്തിൽ ആദ്യ 150 റാങ്കിനുള്ളിൽ ഇടം നേടാൻ സാധിച്ചത്. IITകളും എയിംസുകളും IIMകളും ഒക്കെയുള്ള ഇന്ത്യയിൽ IISc ബാംഗ്ലൂരിനാണ് ആ ഭാഗ്യം, അല്ലെങ്കിൽ അത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അത്രത്തോളം പ്രൊഫഷണലിസം കാത്തു സൂക്ഷിക്കുന്ന IISc ബാംഗ്ലൂരിലാണ് നിങ്ങളുടെ ഉപരിപഠനം, നിങ്ങളുടെ ബിരുദ പഠനം ആഗ്രഹിക്കുന്നതെങ്കിൽ IISc ബാംഗ്ലൂരിന് അപേക്ഷിക്കേണ്ട സമയമാണ് ഇപ്പോൾ. മെഡിക്കലും എൻജിനീയറിങ്ങും ഡിഗ്രിയും ഒക്കെ നിങ്ങൾ നന്നായി പരിശീലിക്കുന്ന ഈ സമയത്ത് അതിൽ ഏത് സാധ്യതകളിലൂടെയും IISc ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു വലിയ പ്രത്യേകത. മെഡിക്കലിനായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ഏറ്റവും നല്ല രീതിയിൽ പരിശീലിക്കുന്ന നീറ്റ് എക്സാം മെയ് 5-ാം തീയതി എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അടിസ്ഥാനത്തിലും IITകളും NITകളും ഒക്കെ സ്വപ്നം കണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ +1 +2ൻ്റെ ടോപ്പിക് ഏറ്റവും ഹൃദ്യസ്ഥമാക്കി JEE മെയിൻ ജനുവരി സെഷനും ഏപ്രിൽ സെഷനും ഒക്കെ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 25-ാം തീയതി JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലും ഊണിലും ഉറക്കത്തിലും IITകൾ സ്വപ്നം കണ്ട് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്തമാറ്റിക്സിൻ്റെയും ഏറ്റവും പുതിയ ചോദ്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന അന്വേഷണ കുതികളായ IITകളിൽ പഠിക്കാൻ തൽപരരായി മെയ് 26-ാം തീയതി JEE അഡ്വാൻസ്ഡ് എഴുതുകയും ജൂൺ 9-ാം തീയതി JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലും ജൂൺ 9-ാം തീയതി തന്നെ നടക്കുന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്തമാറ്റിക്സിൻ്റെയും ബയോളജിയുടെയും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലും അങ്ങനെ 4 ചാനലുകൾ വഴി നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക്, JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക്, JEE അഡ്വാൻസ്ഡിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക്, IAT ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക്, ഇവയിൽ ഏതിൻ്റെങ്കിലും ഒന്നിൻ്റെ ഓൾ ഇന്ത്യ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ IISc ബാംഗ്ലൂരിലെ 4 ഇയർ BS പ്രോഗ്രാമുകൾക്ക് നിങ്ങൾക്ക് പ്രവേശനം ഉറപ്പിക്കാൻ സാധിക്കും. പരീക്ഷ എഴുതേണ്ടത് പലതാണെങ്കിലും അപേക്ഷിക്കേണ്ടത് IISc ബാംഗ്ലൂരിൻ്റെ വെബ്സൈറ്റിലാണ്. പരീക്ഷകൾക്കായിട്ട് അതാത് വെബ്സൈറ്റുകളിൽ വേറെയും. ബയോളജി, കെമിസ്ട്രി, എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, മെറ്റീരിയൽസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ഓരോ വിദ്യാർത്ഥികൾക്കും ഏറ്റവും താല്പര്യമുള്ള സബ്ജക്റ്റുകളിലായിരിക്കും 4 ഇയർ BS പ്രോഗ്രാമുകൾ പഠിക്കാനായിട്ട് IISc ബാംഗ്ലൂരിൽ സാധിക്കുന്നത്. 2023 JEE അഡ്വാൻസ്ഡിൻ്റെ ഏറ്റവും തിളക്കമുള്ള റാങ്ക് മേടിച്ച മലയാളിയായ സഞ്ജയ് P മല്ലാരും 240-ൽ 240 മാർക്കും മേടിച്ചുകൊണ്ട് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റാങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് 1 കരസ്ഥമാക്കിയ വിവേക് മേനോനുമൊക്കെ ബ്രില്യൻറ്റിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് നേരെ ഇന്ന് പഠിക്കുന്നത് IISc ബാംഗ്ലൂരിലാണ്. അപ്പോൾ JEE അഡ്വാൻസിലൂടെയും ഐസറിലൂടെയും ഒക്കെ ഏറ്റവും ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുന്നവർ പോലും തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് IISc ബാംഗ്ലൂർ. അഡ്മിഷൻ നോട്ടീസ് ഇപ്പോൾ ഓൾറെഡി പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 4 ഇയർ ബാച്ചിലർ ഓഫ് സയൻസ് റിസർച്ച് പ്രോഗ്രാമാണ് ഇത്. നിങ്ങൾക്കറിയാം, ഗവേഷണത്തിന് വേണ്ടിയുള്ള ഏറ്റവും തൽപരരായ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന ഈ ഇന്ത്യയിലെ ഏറ്റവും ക്രീമായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഏതാണ്ട് 130ഓളം സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പേഴ്സായിട്ടുള്ള 130 കുട്ടികളെ നിങ്ങൾക്ക് ഒരുമിച്ച് കാണണമെങ്കിൽ IISc ബാംഗ്ലൂരിലെ ഈ പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ ലിസ്റ്റ് നോക്കിയാൽ മാത്രം മതിയാകും. JEE മെയിൻ 2024, JEE അഡ്വാൻസ്ഡ് 2024, നീറ്റ് 2024, ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് 2024, 4 വ്യത്യസ്ത പരീക്ഷകളുടെ ടോപ്പേഴ്സിനെയാണ് IISc ബാംഗ്ലൂരിലെ പ്രവേശനത്തിനായി പരിഗണിക്കുന്നത്. IISc ബാംഗ്ലൂർ സ്വന്തമായി പരീക്ഷ നടത്തുന്നുമില്ല. +1 +2ൽ 60% മാർക്കോടുകൂടി വിജയിച്ചിരിക്കണമെന്ന നിബന്ധന മാത്രമേ നിലവിലുള്ളൂ. SC ST വിഭാഗത്തിന് റിലാക്സേഷൻ അനുവദിക്കുകയും ചെയ്യും. +1 +2 2023-ലോ 2024-ലോ പൂർത്തിയാക്കുന്നവർക്കും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഐച്ഛിക വിഷയമായി പഠിച്ചവർക്കും മാത്രമേ IISc ബാംഗ്ലൂരിലെ പ്രവേശനത്തിന് യോഗ്യത ഉണ്ടാവുകയുള്ളൂ. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് iisc.ac.in. അഡ്മിഷൻസിനായിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അഡ്മിഷൻ പോർട്ടലുണ്ട്. അതുവഴി നിങ്ങൾക്ക് BSUG iisc.ac.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ജനറൽ വിഭാഗങ്ങളൊക്കെ 500 രൂപയും SC ST PWD വിഭാഗങ്ങൾ 250 രൂപയുമാണ് ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടത്.
ഏപ്രിൽ 1 മുതൽ മെയ് 7 തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നോ, ഇപ്പോൾ നമ്മൾ IISc ബാംഗ്ലൂരിന് അപേക്ഷിക്കുന്നു. ഇതിൽ ഏതൊക്കെ പരീക്ഷ എഴുതുന്നുണ്ടെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ടിക്ക് ചെയ്യുന്നു. ഒരു കുട്ടി തന്നെ ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്നുണ്ടാവാം, നീറ്റ് എഴുതുന്നുണ്ടാകാം, JEE മെയിൻ എഴുതുന്നുണ്ടാകാം, JEE അഡ്വാൻസ്ഡ് എഴുതുന്നുണ്ടാകാം. ഏതൊക്കെ പരീക്ഷകൾ എഴുതുന്നുണ്ടോ അതെല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് IISc ബാംഗ്ലൂരിന് അപേക്ഷകൾ സമർപ്പിക്കാം. പക്ഷേ ഓരോ റിസൾട്ടുകളും വരുമ്പോൾ കൃത്യമായ ആ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് 3 ദിവസത്തിനുള്ളിൽ ആ റിസൾട്ട് നമ്മൾ IISc ബാംഗ്ലൂരിൽ അപ്ഡേറ്റ് ചെയ്ത് നൽകണം. എന്നാൽ മാത്രമേ ഇവിടെ പ്രവേശനം ലഭിക്കുകയുള്ളൂ. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന കാര്യം. ഉദാഹരണത്തിന് ഏപ്രിൽ 25 തീയതി JEE മെയിൻ റാങ്ക് വന്നാൽ വിത്തിൻ 3 ഡേയ്സ് JEE മെയിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് IISc ബാംഗ്ലൂരിൻ്റെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് നൽകാം, അവരുടെ നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക്. അതുപോലെ തന്നെ JEE അഡ്വാൻസ്ഡ് ജൂൺ 9 തീയതി പ്രസിദ്ധീകരിക്കുന്നു, ജൂൺ 14 തീയതി നീറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നു, ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റാങ്ക് 20 തീയതിയോടുകൂടി പ്രസിദ്ധീകരിക്കുന്നു. ആ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ വിത്തിൻ 3 ഡേയ്സ് അവരുടെ നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ തന്നെ ആ സ്കോർ റിസൾട്ട് ഈ IIScയുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ 4 പരീക്ഷയിൽ ഏതിൻ്റെയെങ്കിലും ഒന്ന് മാത്രം എഴുതുകയോ എല്ലാം എഴുതുകയും ചെയ്തതാണെങ്കിൽ അതിൽ ഏറ്റവും നല്ല റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ IISc ബാംഗ്ലൂരിലെ പഠനം സാധ്യമാവുകയുള്ളൂ. +2 ശേഷം ബിരുദ പഠനം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് IISc ബാംഗ്ലൂരിൻ്റെ ക്യാമ്പസ്. ആ ക്യാമ്പസിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവർ മെയ് 7 തീയതിക്കുള്ളിൽ IISc.ac.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കുകയും ഈ വർഷത്തെ പ്രധാന പ്രവേശന പരീക്ഷകൾ എഴുതുകയും അതിൻ്റെ റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് അവ IISc ബാംഗ്ലൂരിൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് നൽകുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം ജൂൺ മാസത്തിൽ ആ റാങ്കുകൾ വെച്ച് നിങ്ങൾക്ക് പ്രവേശനത്തിനായി IISc ബാംഗ്ലൂരിൽ നേരിട്ട് എത്തുകയും ചെയ്യാം. IISc ബാംഗ്ലൂരിൻ്റെ ഡീറ്റെയിൽസിനായി IISc.ac.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുകയും എത്രയും പെട്ടെന്ന് ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് കടക്കുകയും ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.